ഊസിക്കും വയ്യായ വിതക്കുന്നു. സഹോദരന്മാരെ, അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കാൻ നാം ബാധ്യസ്ഥരാണെന്ന കാര്യം സദാസമയവും ബോധവാന്മാരായിക്കൊണ്ടും അള്ളാഹു അരുതെന്ന് വിലക്കിയ കാര്യങ്ങളെല്ലാം തീർത്തും ഉപേക്ഷിക്കാൻ നാം ബാധ്യസ്ഥരാണ് എന്ന വിഷയവും മറക്കാതിരുന്നുകൊണ്ടുമുള്ള ഒരു ജീവിതത്തിന് തയ്യാറാവുക അള്ളാഹു നമ്മെ അതിനെ സഹായിക്കുമാറാവട്ടെ. ഞാൻ ഒരായത്തെ ശ്രദ്ധയിൽപ്പെടുത്താം ആദ്യം, ശേഷം അതുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ പങ്കുവെക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഖാലത്തിൽ യഹൂദു വന്നസാറ നഹ്നു അബ്നാഉല്ലാഹി വഇബ്ബാഹു ഖുൽ ഫലിമ യുഅദിബുക്കും ബിദുനൂബിക്കും വലാകിന്നകും അൻതും ബശറൻ മിമ്മൻ ഖലഖ ഫയഗ്ഫിറു ലിമൻ യശാ വയുഅദിബു മൻ യശാ വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ് വഇലൈഹിൽ മസീർ. ഖാലത്തിൽ യഹൂദു വന്നസാറ, യഹൂദികളും ക്രിസ്ത്യാനികളും പറഞ്ഞു, നഹ്നു അബ്നാഉല്ലാഹി, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മക്കളാണ്, വഹിബ്ബാഹു, ഞങ്ങൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്, പ്രിയപ്പെട്ടവരാണ്. ഖുൽ, നീ ചോദിക്കുക, ഫലിമ യുഅദിബുക്കും ബിദുനൂബിക്കും, എങ്കിൽ നിങ്ങൾ അള്ളാഹുവിന് അത്ര വേണ്ടപ്പെട്ടവരാണെങ്കിൽ അള്ളാഹു എന്തിനാണ് നിങ്ങളെ ശിക്ഷിക്കുന്നത് നിങ്ങൾ ചെയ്ത തെറ്റിൻ്റെ പേരിൽ? നിങ്ങളും സാധാരണ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടികളെ പോലെ തന്നെ മനുഷ്യർ മാത്രമാണ്, പ്രത്യേകക്കാരൊന്നുമല്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ്റെ പാപങ്ങൾ അവൻ പുറത്തു കൊടുക്കാറുണ്ട്, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും ചെയ്യാറുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ അള്ളാഹുവിന് മക്കളുടെയോ പ്രിയപ്പെട്ടവരുടെയോ ആവശ്യമില്ല. വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ആധിപത്യം അവൻ്റേതാണ്, എല്ലാവരും മടങ്ങി ചെല്ലുന്നതും അവൻ്റെ പക്കലേക്കാണ് എന്ന് പറയുകയും ചെയ്തേക്കുക എന്നാണ്. നാം നേരത്തെ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് ഖുർആനിൽ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചു തന്നപ്പോൾ ഇതിൻ്റെ വിശ്വാസങ്ങളും ആദർശങ്ങളും പ്രവർത്തന രീതികളുമൊക്കെ പരിചയപ്പെടുത്തി തന്നപ്പോൾ ആവശ്യമായ വിധത്തിൽ മറ്റു മതങ്ങളെ പറ്റിയുള്ള താരതമ്യ പഠനം നടത്തി തരിക എന്നത് ഖുർആനും ചെയ്തു തന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ചെയ്തു തന്നിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണിത്. നമ്മുടെ മുമ്പിലുള്ള ഈ ആയത്തും ആ ഉദാഹരണത്തിൽ പറയാവുന്നവയാണ്. യഹൂദികളും ക്രിസ്ത്യാനികളുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും സഹാബികളെക്കാളും മികച്ചവരായി മേന്മയുള്ളവരായി അഭിനയിച്ചുകൊണ്ട് വാദിച്ചുകൊണ്ട് പറഞ്ഞൊരു വാചകം, ഞങ്ങൾ അള്ളാഹിൻ്റെ മക്കളാണ്, സന്താനങ്ങളാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടപ്പെട്ടവരാണ്, പ്രിയപ്പെട്ടവരാണ് എന്നൊക്കെയാണ്. അങ്ങനെ ഒരു മികവ്, മേന്മ അവരാവശ്യപ്പെട്ടപ്പോൾ, അവർ അവകാശപ്പെട്ടപ്പോൾ അത് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് പോവുകയല്ല അള്ളാഹു ചെയ്തത്. ആ വചനം ഏറ്റെടുത്തിട്ട് അതിന് മറുപടി പറയാൻ വേണ്ടി പഠിപ്പിച്ചു തന്നു. ശരി, നിങ്ങൾ പറയും പോലെ നിങ്ങൾ അള്ളാഹുവിൻ്റെ മക്കളാണെങ്കിൽ, നിങ്ങൾ പറയും പോലെ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ, ചരിത്രത്തിൽ എന്നും പീഡിപ്പിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയുമാണല്ലോ നിങ്ങളുടെ ഗതി ഉണ്ടായത്. ഇങ്ങനെയുണ്ട് ഒരു സ്നേഹം? ഇങ്ങനെയാണോ മക്കളോട് കാണിക്കേണ്ട സ്നേഹം? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അബദ്ധമല്ലേ നിങ്ങൾ ഈ പറയുന്നത്? പിന്നെ മക്കളെന്നോ പ്രിയപ്പെട്ടവരെന്നോ പറയാൻ മാത്രമൊന്നും നിങ്ങളിൽ കാണുന്നില്ല. അള്ളാഹുവിൻ്റെ മറ്റു മനുഷ്യ സൃഷ്ടികളെ പോലെ ഒരു കൂട്ടരും നിങ്ങളും. ചിലപ്പോൾ അള്ളാഹു മാപ്പ് കൊടുക്കും ആളുകൾക്ക്, ചിലപ്പോൾ ശിക്ഷിക്കുകയും ചെയ്യും. അത് അവൻ്റെ തീരുമാനം മാത്രമാണ്. മാത്രമല്ല, റബ്ബ് മഹാനാണ്, പരിശുദ്ധനാണ്. മക്കള്, പ്രിയപ്പെട്ടവര് എന്നൊക്കെ പറയുന്നൊരു പ്രത്യേക വിഭാഗം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് അവൻ്റെ മാന്യതക്ക് അന്തസ്സിന് ചേർന്നതല്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഈ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. എന്ത്? നമ്മോടൊത്ത് കഴിയുന്ന, നാം പരിചയപ്പെടേണ്ടി വരുന്ന, അല്ലെങ്കിൽ വായിച്ചറിയേണ്ടി വരുന്ന വിവിധ മതങ്ങളെപ്പറ്റിയും ആദർശങ്ങളെപ്പറ്റിയും അറിയുക, മനസ്സിലാക്കുക. എന്തൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത് എന്ന് പഠിക്കാൻ ശ്രമിക്കുക. ആ അവകാശവാദങ്ങളെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ എങ്ങനെ ഖണ്ഡിക്കാം, മറുപടി കൊടുക്കാമെന്ന് തിരിച്ചറിയുക. ഇങ്ങനെയൊരു ജോലി, ഒരു ബാധ്യത ഖുർആൻ നമ്മളെ ഏൽപ്പിക്കുന്നുണ്ട് എന്ന് ഓർപ്പിക്കാനാണ് ആദ്യം ഞാനിത് പറഞ്ഞത്. അതിന് സഹായകമാകാൻ പറ്റും വിധത്തിൽ ക്രിസ്തു മതത്തെക്കുറിച്ച് ചില വിഷയങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന്. പ്രത്യേക സന്ദർഭം എന്നത് അങ്ങനെയൊന്നും ഞാൻ ബന്ധിപ്പിക്കുന്നില്ല, ഒരവസരം അത്ര മാത്രമേ ഉള്ളൂ.
എന്താണ് പറയാനുള്ളത്? ഒന്ന്, ഈ ക്രിസ്തുമതം എങ്ങനെ ഉണ്ടായി എന്നതിനെ പറ്റിയാണ്. അങ്ങനെ ഒരു മതം എങ്ങനെ ഉണ്ടായി, എന്താണ് അതിൻ്റെ അവസ്ഥ? നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈസാ നബി അലൈഹിസ്സലാം എന്ന പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ നിയോഗിച്ചത് ഇസ്രായേൽ വംശത്തിലേക്ക് വേണ്ടി മാത്രമായിരുന്നു എന്നാണ്. വൈദകാല ഈസ യാ ബനി ഇസ്രായേൽ, ഈസാ നബി അലൈഹി സ്വലാം വിളിച്ചു പറഞ്ഞൊരു സമയം, അദ്ദേഹം വിളംബരം ചെയ്തൊരു സമയമുണ്ട്, ഓർമ്മിക്കുക അത്. യാ ബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ദൂതനാണ്, ഞാൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ദൂതനാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിന തൗറാത്ത്, എനിക്ക് മുമ്പിലുള്ള തൗറാത്തിനെ ശരിവെക്കുന്നവനാണ് ഞാൻ. വ മുബശ്ശിറൻ ബി റസൂലി യഅതി മിൻ ബഅദി ഇസ്മു അഹ്മദ്, ഏറെ പ്രശംസിക്കപ്പെടുന്നവൻ എന്ന അർത്ഥം വരുന്ന ഒരു നാമം സ്വീകരിക്കുന്ന ഉണ്ടാകുന്ന ഒരു പ്രവാചകനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുകയുമാണ് എൻ്റെ ദൗത്യം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇവിടെ വേറെയും ഖുർആൻ ആയത്തുകൾ പഠിപ്പിക്കുന്ന ഒരു ആശയം, ഒരു കാര്യം, ഈസാ നബി അലൈഹി സ്വലാമിനെ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും അയക്കപ്പെട്ട പ്രവാചകനായിട്ടല്ല. അങ്ങനെ അയക്കപ്പെട്ട ഒരു പ്രവാചകൻ മാത്രമേ ഉള്ളൂ, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. നമ്മളറിയാതെ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ചെറിയ വശങ്ങളായിരിക്കാം, പക്ഷേ പലപ്പോഴും ഒരു സംശയമോ അല്ലെങ്കിൽ അബദ്ധമോ ഉണ്ടായി പോകുന്നു എന്ന് തോന്നുകൊണ്ടാണ് വീണ്ടും ആവർത്തിക്കുന്നത്. നാം അറിയേണ്ടതും അംഗീകരിക്കേണ്ടതും ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നതും, ഇസ്രായേൽ വംശത്തിൽ ഒരുപാട് അമ്പിയാക്കന്മാർ അയക്കപ്പെട്ടിരുന്നു തുടരെ എന്നാണ് ഖുർആൻ പറഞ്ഞത്. വഖഫൈന മിൻ ബഅദി റസൂൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അമ്പിയാക്കന്മാരുടെ പരമ്പരയിൽ അവസാനത്തെ പ്രവാചകനായി ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പറഞ്ഞയച്ചു, അവരിലേക്കുള്ള പ്രവാചകനായിട്ട്. യാ ബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികളെ. ഇസ്രായേൽ സന്തതികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഇസ്മായിൽ വംശപരമ്പരയിലല്ലാതെ ഇസ്ഹാഖിൻ്റെ വംശപരയിൽ വന്നിരിക്കുന്ന ആ പരമ്പര, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ എന്നത്, അറിയാവുന്ന വിഷയമാണ്. അപ്പം ആ പരമ്പരയിൽ, ആ വംശത്തിൽ ഒരുപാട് നബിമാർ വന്ന കൂട്ടത്തിൽ ഒരു പ്രവാചകൻ മാത്രമാണ് ഈസാ നബി അലൈഹി ഇസ്ലാം എന്നാണ് ഖുർആൻ പറഞ്ഞു തരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല എന്താണെന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഫലസ്തീനും അതിൻ്റെ ചുറ്റുവട്ടങ്ങളുമാണ്. കാരണം ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് വളരെ വിശദമായ പഠനമുണ്ട് ഖുർആനിൽ, അദ്ദേഹത്തിൻ്റെ ജനനത്തെപ്പറ്റിയും മാതാവിൻ്റെ ജനനത്തെപ്പറ്റിയും എല്ലാം കൂടിയായിട്ട്. അപ്പോൾ ഫലസ്തീൻ്റെ ആ ഭാഗങ്ങളിലാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രബോധനം എന്തായിരുന്നു, പ്രവർത്തനം എന്തായിരുന്നു എന്നാണ്. ഏത് പ്രവാചകനെ പറ്റി പഠിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രബോധനം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഉത്തരം തൗഹീദാണ് എന്നതാണ്. ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും ഫഅബ്ദുഹു ഹാദാ സിറാത്തു മുസ്തഖീം, അതാണ് ഖുർആൻ അദ്ദേഹത്തെ പറ്റി പറഞ്ഞിരുന്ന വാചകം. ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും, എൻ്റെയും നിങ്ങളുടെയും നാഥൻ അള്ളാഹു ആണ്, ഫഅബ്ദുഹു, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുക, ഹാദാ സിറാത്തു മുസ്തഖീം, ഇതാണ് നേരായ മാർഗം എന്നാണ് ഈസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞത്. അതല്ലാതെ തന്നെയോ തൻ്റെ മാതാവിനെയോ ആരാധിക്കണമെന്ന, നമുക്കറിയാം പ്രവാചകന്മാരെ, അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാർ ഒരാളും അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയ്ക്കെതിരായി ഒരു വാക്ക് പറയില്ല. മാത്രമല്ല തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിക്കുന്ന പ്രവാചകൻ തൗഹീദിനെതിരായി എന്തെങ്കിലും പഠിപ്പിക്കുമോ? നമുക്കൊരു സംശയമില്ല. ഖുർആൻ ഇത് പറഞ്ഞു തരികയും ചെയ്തു. ഈസാ നബി അലൈഹി സ്വലാമും ഇത്ര തന്നെ പറഞ്ഞിട്ടുള്ളൂ എന്ന്. പിന്നെ നിയമപരമായ വിഷയങ്ങളിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു, തൗറാത്തിനെ സത്യപ്പെടുത്തുകയാണ്, തൗറാത്തിനെ ഇല്ലാതാക്കുന്നൊന്നുമില്ല. പക്ഷേ തൗറാത്തിലൂടെയൊക്കെ വിരോധിക്കപ്പെട്ട ചില നിയമങ്ങൾ മാറ്റേണ്ടതുണ്ട്. ഉഹില്ലലക്കും ബഅദല്ലദീ ഹുരിമ അലൈക്കും, നിങ്ങൾക്ക് നേരത്തെ നിഷിദ്ധമായ ചില വസ്തുതകൾ ഹലാലാക്കി തരിക തുടങ്ങിയുള്ള നിയമങ്ങളൊക്കെ എൻ്റേത് തന്നെയാണ് എന്ന് പറഞ്ഞു. നിയമം മൂസാ നബി അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ട തൗറാത്താണ് അടിസ്ഥാന നിയമം. അതിൻ്റെ വെളിച്ചത്തിലാണ് നിയമങ്ങൾ നടപ്പിലാക്കപ്പെടുകയും ഈസാ നബി അലൈഹി ഇസ്ലാമും തൻ്റെ ശരീഅത്ത് നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നത്. അതിന് വിരുദ്ധമായി അതിൽ ചില മാറ്റങ്ങളായി അള്ളാഹു വല്ല നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതും ഈസാ നബി അലൈഹി ഇസ്ലാം പഠിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഖുർആൻ ആ വശത്തെ പറ്റി പറഞ്ഞു തരുന്നത്. പിന്നെ എന്തായിരിക്കും ഒരു പ്രവാചകൻ വന്നാൽ ഇസ്രായേലിയരുടെ സ്വഭാവം? ഈസാ നബി അലൈഹി ഇസ്ലാം വന്നപ്പോഴുണ്ടായത് എന്താണ്? സാധാരണ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെയൊക്കെ പ്രബോധന പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ ആ നാട്ടിലെ ജനങ്ങളിലുണ്ടായ ഓരോ പ്രതികരണവും ഇങ്ങനെ എണ്ണി എണ്ണി പറയുന്നൊരു രീതി ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വിഷയത്തിൽ പറയുന്നില്ല. പകരം ഈ യഹൂദികളിലേക്കാണ്, ഇസ്രായേൽ വംശത്തിലേക്കായ